പിണറായി സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്നത് കേരളത്തിലെ നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളുടെ കണ്ണുനീരിലാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് കാസർഗോട്ടെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് എം.ജി. റോഡ് കാസർഗോഡ്. വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഉദ്യോഗാർത്ഥികളും ആശാവർക്കർമാരും ഉൾപ്പെടെ നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളുടെ കണ്ണുനീരിലാണ് കേരളത്തിലെ LDF സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്നതെന്നും വിവിധ സമരങ്ങളോട് തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വെച്ചു പുലർത്തുന്നതെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് കുറ്റപ്പെടുത്തി. കാസർഗോട്ടെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പിണറായി വിജയന്റെ 4ാം വാർഷികം നിസ്സഹായരും നിരപരാധികളും നിരാലംബരുമായ ഒരു കൂട്ടം സഹോദരിമാരുടെ കണ്ണുനീരിലാണ് ഈ സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുന്നത്. ഒരു ഭാഗത്ത് ആശാവർക്കർമാർ, മറുഭാഗത്ത് ഈ ഉദ്യോഗാർത്ഥിനികൾ. ഇവർ തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് ഒരുക്കിയിട്ടുള്ള കണ്ണുനീരിലും ചോരയ്ക്കും പിണറായി വിജയൻ സർക്കാർ മറുപടി പറയും. ആ കണ്ണുനീരിലും ചോരയിലുമാണ് ഈ സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്, CPM-ന്റെ ഒരു ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് സ്വഭാവം ആ സർക്കാർ ഇല്ലാതായിരിക്കും. മുതലാളിമാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ സർക്കാർ മാറുന്നു. ഇന്നലെ ബഹുമാനിയായിട്ടുള്ള PK ശ്രീമതി അഭിപ്രായം ആ അർത്ഥത്തിലാണ് നാം എടുക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി തരാൻ താല്പര്യമില്ല, സ്വകാര്യ കമ്പനിയിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഉദ്യോഗാർത്ഥികളോട് പറയുക? കേരളത്തിൽ നടന്നുവരുന്ന വിവിധ സമരങ്ങൾക്കെതിരെയുള്ള LDF-ന്റെ നിലപാട് അവരുടെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം നഷ്ടമായതിന് തെളിവാണ്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സമാശ്വസിപ്പിക്കുന്നതിന് പകരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നോക്കാൻ ആവശ്യപ്പെടുന്നത് അനുചിതവും അപമാനിക്കുന്നതിന് തുല്യവുമാണ്. ആശാവർക്കർമാരുടെ സമരം 2 മാസം പിന്നിടുമ്പോഴും സമാനമായ നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. വനിതാ സിവിൽ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ജേതാക്കളുടെ വിഷയത്തിലുൾപ്പെടെ ഇടപെടാൻ വിസമ്മതിച്ച DYFI പിരിച്ചുവിടാൻ സമയമായെന്നും യുവജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മടിക്കുന്ന യുവജന സംഘടന നാടിന് ആവശ്യമില്ലെന്നും ഒരുപക്ഷെ ലഹരി മാഫിയയ്ക്ക് ഇത്തരം ഒരു സംഘടന ആവശ്യമായി വന്നേക്കുമെന്നും എം.ടി. രമേശ് പരിഹസിച്ചു. ഈ പാവപ്പെട്ട കുറെ സഹോദരിമാർ ദിവസങ്ങളോളം തിരുവനന്തപുരത്ത് സമരം ചെയ്തിട്ട് ഡിവൈഎഫ്ഐക്കാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ യുവജന സംഘടന? അതുകൊണ്ട് സത്യത്തിൽ കണ്ണുനീരോടുകൂടി ആ ഉദ്യോഗാർത്ഥിനികളെല്ലാം സമരപന്തലിൽ നിന്ന് പായമടക്കി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കേരളത്തിൽ DYFI പിരിച്ചുവിടുക കൂടി വേണം. DYFI എന്ന് പറയുന്ന സംഘടനയെ കൊണ്ട് കേരളത്തിൽ ഒരാവശ്യവുമില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന കേരള യാത്രയും വികസിത് കേരള കൺവെൻഷനും ഏപ്രിൽ 21 മുതൽ മെയ് 10 വരെയുള്ള തീയതികളിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും നടക്കുമെന്നും എം.ടി. രമേശ് അറിയിച്ചു. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അശ്വിനി M. നായക്, വൈസ് പ്രസിഡന്റ് ബൽരാജ്, ജനറൽ സെക്രട്ടറി CK ബാബുരാജ് എന്നിവരും എം.ടി. രമേശിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.